ഓക്കെ, സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുക്കുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണമെന്ന് കുറേ കമൻറ്റുകൾ വരാറുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു 10 പോയിന്റുകൾ പറഞ്ഞുതരാം. ഈ 10 എണ്ണമെങ്കിലും നിങ്ങൾ മിനിമം ഒന്ന് ചെക്ക് ചെയ്യുക സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുക്കുന്നതിന് മുന്നേ. വേറെ കാര്യം പ്രത്യേകം പറഞ്ഞാൽ ചിലർ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ 15,000 രൂപയ്ക്ക് എനിക്ക് iPhone 12 Pro Max തരാം, 10,000 രൂപയ്ക്ക് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു അവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കല്ലേ. നിങ്ങൾ നോർമൽ കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുക, iPhone 11 Pro Max ഒക്കെ നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് 256 GB ഒക്കെ തരാം എന്ന് ആരെങ്കിലും പറഞ്ഞ് മെസ്സേജ് അയക്കുവാണെങ്കിൽ ഉടനെ ചാടി ചെന്ന് അവിടെ വീഴല്ലേ പ്ലീസ്. ആ ഒരു രൂപയ്ക്കൊന്നും ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഈവൻ പൊട്ടിയ iPhone 11 Pro Max ആണെങ്കിൽ പോലും അത് കൊടുക്കൂല. എന്നാലും 10,000 രൂപയ്ക്ക് 256 GB എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു iPhone 8 അല്ലെങ്കിൽ 8+ അല്ലെങ്കിൽ SE, പഴയ SE ആണെങ്കിലും കൂടെ പൊക്കോട്ടെ എന്ന് വെക്കാം. 11 Pro Max, 12 Pro Max, 13 എന്നൊക്കെ പറഞ്ഞ് വരരുത്, അതിലേക്കൊന്നും പോവല്ലേ. സോ ഫോൺ മേടിക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഉറപ്പ് വരുത്തുക, കൊറിയർ അയച്ച് ഞാൻ ഫോൺ തരാം എന്ന് എൻ്റെ വീഡിയോയിൽ കാണിച്ചത്. ഫോണും കാര്യങ്ങളൊക്കെ നല്ലതാണ്, വീഡിയോ ഒക്കെ അയച്ചെന്ന് ഞാൻ കൊറിയർ അയച്ചു തരാം, എനിക്ക് അവിടം വരെയും കൊണ്ടുതരാനായിട്ട് പറ്റില്ല എന്നൊക്കെ തരുവാണെങ്കിൽ ദയവേത് നിങ്ങൾക്ക് ആളറിയില്ലെങ്കിൽ നിങ്ങൾ മേടിക്കരുത്. ഉള്ള കാര്യം പറയാം. കാരണം നേരിട്ട് തന്നെ പോയി കണ്ട് മേടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. ആ ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്കുക. കാരണം ചില ആൾക്കാർ വേറെ ആൾക്കാരുടെ ഫോണിൻ്റെ വീഡിയോ ഒക്കെ അയച്ചിട്ട് ഇത് നമ്മുടെയാണെന്ന് പറഞ്ഞ് അവസാനം സാധനം കൊറിയർ വഴി കൈ കിട്ടുമ്പോൾ അറിയാമല്ലോ ചട്ടിയും കലവും ഒക്കെ കിട്ടും. ആ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നേരിട്ട് പോവുക, ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്കാം. ഇത് പറയാനുള്ള രണ്ടാമത്തെ കാരണം, ഈ ഫോൺ കട്ടുകൊണ്ട് വന്ന് വിൽക്കുന്നവന്മാരുണ്ട്. അവന്മാർ ഫോട്ടോ എടുത്തിട്ട് ഐഫോൺ ആണെന്ന് പറഞ്ഞ് വിറ്റ് കഴിഞ്ഞ് ഫോൺ ഓണാക്കാൻ നോക്കുമ്പോൾ ദിസ് ഡിവൈസ് ഈസ് ലോക്ക്ഡ്, വേറൊരു ആപ്പിൾ ID ലോക്ക്ഡ് എന്നൊക്കെ പറഞ്ഞ് വരും. ആർക്ക് നഷ്ടം? അപ്പോൾ ഫോൺ ഓൺ ആവുന്നുണ്ടോ നോക്കുക, ആപ്പിൾ ID ലോക്ക്ഡ് അല്ല എന്ന് നോക്കുക. മൂന്നാമത്തെ ആ ഒരു ഫോൺ റീസെറ്റ് ചെയ്ത ഫോണാണെന്ന് നോക്കുക, അൺലോക്ക്ഡ് ഫോണാണെന്ന് നോക്കുക. അൺലോക്ക്ഡ് ഫോൺ എന്ന് പറഞ്ഞാൽ ഈ പുറം രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ US UK കാരിയർ ലോക്ക് ചെയ്ത് വെക്കുക, അത് അവിടെ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കും ആ ഫോണൊക്കെ വരുന്നത്. അതൊക്കെയാണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നതെങ്കിൽ നമ്മുടെ സിം ഇട്ടാൽ എടുക്കൂല. അതുകൊണ്ട് ഫോൺ അൺലോക്ക്ഡ് ഫോണാണ്. അങ്ങനെ പുറത്തുനിന്നുള്ള സാധനമാണെങ്കിൽ അൺലോക്ക്ഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക, അല്ല ഇന്ത്യൻ വേരിയൻ്റ് ആണെങ്കിൽ ഇന്ത്യൻ വേരിയൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഫോൺ ആവുന്നുണ്ട്, വിസിബിൾ ആയിട്ട് ഡാമേജ് ഒന്നുമില്ല, സ്ക്രീനൊന്നും പൊട്ടിയിട്ടില്ല, അവിടെ ഇവിടെയും ഡെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ സെറ്റിങ്സിൽ പോയിട്ട് അവിടെ എബൌട്ടിൽ പോയിട്ട് നമ്മുടെ മോഡൽ നമ്പർ എന്താണെന്ന് നോക്കാം. ഈ ഒരു മോഡൽ നമ്പർ ആപ്പിളിനൊരു വെബ്സൈറ്റ് ഉണ്ട്, checkcoverage.apple.com, ചെക്ക് വാറണ്ടി, അങ്ങനെ ഞാൻ സൈറ്റിൻ്റെ കറക്റ്റായിട്ടുള്ള പേര് കൊടുക്കാം. ആ സൈറ്റിൽ പോയിട്ട് ഈ ഒരു മോഡൽ നമ്പർ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൻ്റെ സകല ജാതകവും പുറത്ത് വരും. അതായത് ഈ ഫോൺ എപ്പോൾ മേടിച്ചു, ഈ ഫോൺ വാറണ്ടിയിലാണോ, റിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ആക്ച്വൽ ഫോണാണോ ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ ഈ സീരിയൽ നമ്പർ അടിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കറുത്ത iPhone 12 256 GB ആണെങ്കിൽ അത് അപ്പാടെ തന്നെ അങ്ങനെ വരും. വാറണ്ടിയിലാണെങ്കിൽ വാറണ്ടി എന്ന് കാണിക്കും, സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസ് കാണിക്കും. ഇനി വാറണ്ടി കഴിഞ്ഞുവെങ്കിൽ എന്നാണ് വാറണ്ടി കഴിഞ്ഞത്, എന്നാണ് വാങ്ങിയെന്നുള്ള ഡീറ്റെയിൽസും കാണിക്കും. അതുവഴി നിങ്ങളുടെ ഐഫോൺ ജെന്വിൻ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. സോ ജെന്വിൻ അല്ലാത്ത ഐഫോണുകളാണെങ്കിൽ ചില ആൾക്കാരൊക്കെ ഓൺലൈനിൽ ഐഫോൺ നോക്കുമ്പോൾ സീരിയൽ നമ്പർ ചോദിക്കും. അപ്പോൾ അവർ പറയും സോറി സീരിയൽ നമ്പർ ഞങ്ങൾക്ക് ഇപ്പോൾ തരാൻ പറ്റില്ല, സീരിയൽ നമ്പർ മേടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് തരാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രശ്നമാവുന്നൊക്കെ. അതൊക്കെ ചുമ്മാതെയാണ്. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ പെട്ടിക്ക് പുറത്തിട്ടിട്ടുണ്ടാവും, അത് ആർക്കും വായിക്കാൻ പറ്റും. അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സീൽഡ് ബോക്സ് ആണെങ്കിൽ സീൽഡ് ബോക്സ്, അല്ലെങ്കിൽ വാറണ്ടി ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഇത് കാണിക്കും. അതുകൊണ്ടൊരു മോഡൽ നമ്പർ ചോദിക്കുന്നത് മോഡൽ നമ്പർ തരുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. അത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് പോകണ്ട. ഇനി അടുത്ത മോഡൽ നമ്പർ ചെക്ക് ചെയ്തു, ഓക്കെയാണ്, പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, വിസിബിൾ ഡാമേജ് ഒന്നുമില്ല, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നേരെ ബാറ്ററി സെക്ഷനിൽ പോയിട്ട് ബാറ്ററി ഹെൽത്ത് നോക്കാം. അപ്പോൾ ബാറ്ററി ഹെൽത്ത് ഇപ്പോൾ കുറച്ച് പഴകിയ ഫോണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 90-91 ഒക്കെ ഉണ്ട്. അതൊക്കെ പിന്നെയും കുഴപ്പമില്ല, ബാറ്ററി ബാക്കപ്പ് പോയി നിൽക്കും. ചിലതിനൊക്കെ 80 താഴെ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ നിങ്ങൾ ബാറ്ററി മാറ്റാതെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഐഫോണിൻ്റെ ബാറ്ററി ഒറിജിനൽ മാറ്റി വയ്ക്കണമെങ്കിൽ അത്യാവശ്യം നല്ല കാശാകും. എത്ര രൂപയാണെന്ന് എനിക്ക് കറക്റ്റായിട്ടില്ല, പക്ഷേ ഒരു 4 ഡിജിറ്റ് എന്തായാലും ആവും. തേർഡ് പാർട്ടി വെക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് വരും. സോ ബാറ്ററി നിങ്ങളുടെ 80% താഴെയാണ് ബാറ്ററി ഹെൽത്ത് എങ്കിൽ ആ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കടയിൽ കൊണ്ടുപോയി കൊടുത്ത് ബാറ്ററി മാറ്റേണ്ട അവസ്ഥ വരും. സോ അതിനനുസരിച്ച് നിങ്ങൾ റേറ്റ് പറയാം. പിന്നെ കഴിവത് 80 താഴെയുള്ള ബാറ്ററി ഹെൽത്തുള്ള ഫോൺ എടുക്കാതിരിക്കുക. കാരണം ഐഫോണൊക്കെ സീൽ ചെയ്താണ് ഈ വരുന്നത്, വാട്ടർ പ്രൂഫൊക്കെ. അപ്പോൾ ഒരിക്കൽ നമ്മൾ ബാറ്ററിയൊക്കെ മാറ്റാൻ തേർഡ് പാർട്ടി കൊണ്ടുപോയി കൊടുത്ത് ബാറ്ററിയൊക്കെ മാറ്റി ആ സീലൊക്കെ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ ആ ഒരു ഫിനിഷും കാര്യങ്ങളൊക്കെ വളരെ ചുരുക്കം കടകളിൽ മാത്രമേ പ്രോപ്പറായിട്ടൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ ഒരു 90-95 ഒക്കെ ആണെങ്കിൽ, 95 ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതാണ്, 90 ഒക്കെ ആണെങ്കിൽ ഓക്കെ, 80 താഴെയാണെങ്കിൽ എടുക്കണ്ട. ഇനി റിപ്പയർ ചെയ്തിട്ടുള്ള ഫോണാണോ എന്ന് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ വാറണ്ടിക്ക് അടിയിലാണ് പോയിട്ട് റിപ്പയർ ചെയ്തേക്കണം, അല്ലെങ്കിൽ ആപ്പിൾ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലാണ് റിപ്പയർ ചെയ്തേക്കണമെങ്കിൽ നമുക്ക് ആക്ച്വലി എബൌട്ട് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ സീരിയൽ നമ്പറിൻ്റെ സ്റ്റാർട്ടിങ് മാറും. F ആണ്, പക്ഷേ ചില മോഡലുകളിൽ A-ലൊക്കെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയാണ് റീപ്ലേസ് ചെയ്തെങ്കിൽ ജെന്വിൻ ബാറ്ററി ആണോ വെച്ചേക്കുന്നത്, സ്ക്രീൻ ആണെങ്കിൽ ജെന്വിൻ സ്ക്രീൻ ആണോ എന്നൊക്കെ അവിടെ എഴുതി കാണിക്കും. ഇനി തേർഡ് പാർട്ടി റിപ്പയർ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അവിടെ അങ്ങനെ മോഡൽ നമ്പറിൽ മാറ്റമൊന്നും വരില്ല. പക്ഷേ തേർഡ് പാർട്ടി റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക. കാരണം അത് കണ്ടുപിടിക്കാനുള്ള ഒരേ ഒരു വഴി ഏതെങ്കിലും മൊബൈൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാമെന്ന് മാത്രം, അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾ അവരോട് തന്നെ ചോദിക്കുക റിപ്പയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഒറിജിനൽ ആപ്പിളിൻ്റെ ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സീരിയൽ നമ്പറിൻ്റെ ആ ഒരു സെക്ഷനിൽ കാണാൻ പറ്റും. അല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം.
പിന്നെ പൊതുവെ ഐഫോണുകൾ കുറേ വർഷമൊക്കെ കഴിഞ്ഞാലും അതേ പെർഫോമൻസ് കീപ്പ് ചെയ്യുന്ന ഡിവൈസുകളാണ്. എങ്കിൽ പോലും ചില ആൻഡ്രോയിഡ് ഫോണുകൾ എടുത്തിട്ട് ഐഫോൺ ആണെന്ന് പറഞ്ഞ് സ്കിന്നിട്ട് വിൽക്കുന്നവന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ നമുക്ക് ആദ്യമായിട്ട് ഐഫോൺ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്തവരൊക്കെ ആ ഫോൺ കാണുമ്പോൾ വിസിബിളി ഐഫോൺ ആണ്, തീം കണ്ടിട്ട് ഐഫോൺ ആണെന്ന് പറഞ്ഞ് മേടിക്കും. സോ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഞാൻ പറയാമല്ലോ, ഐഫോൺസ് ഭയങ്കര സ്മൂത്താണ്. ഈവൻ 60 FPS ആണെങ്കിൽ പോലും 60 Hz ആണെങ്കിൽ പോലും വളരെ സ്മൂത്താണ്. ആ ഒരു സ്മൂത്ത്നെസ് ഉണ്ടോ, പെർഫോമൻസ് ഒക്കെ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ മേടിക്കുക. പിന്നെ ഐഫോൺ 12 സീരീസ് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള OLED സ്ക്രീനുകളുള്ള ഐഫോൺസ് മേടിക്കുവാണ് എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ബേൺ ഇഷ്യൂ ഉണ്ടോ എന്ന് നോക്കാം. സ്ക്രീൻ ബേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമേജ് കാണിക്കുന്ന പോലെ ഇപ്പോൾ കുറേ നാൾ നമ്മുടെ ഈ ഒരു AMOLED അല്ലെങ്കിൽ AMOLED പ്രത്യേകിച്ച് OLED സ്ക്രീനൊക്കെ നമ്മൾ കാണുവാണെങ്കിൽ നമ്മളൊരു പേജ് എടുത്തു, അതിനുശേഷം വേറെ ആപ്ലിക്കേഷനിൽ വൈറ്റ് സ്ക്രീനുള്ള ആപ്ലിക്കേഷനൊക്കെ പോയി കഴിഞ്ഞാൽ നേരത്തെ ഉള്ള പേജിൻ്റെ ഒരു ഗോസ്റ്റ് പോലെ ഒരു പ്രേതമൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഇരിക്കും സ്ക്രീനും മേലെ, അത് പതുക്കെ ഫെയ്ഡായി പോകും. അതിനെയാണ് ഈ ഒരു സ്ക്രീൻ ബേൺ എന്ന് പറയുന്നത്. സ്ക്രീൻ ബേൺ ഒക്കെ ഉള്ള സ്ക്രീനുകളാണെങ്കിൽ മോശമായിരിക്കും, പിന്നെ മാറ്റേണ്ടി വരും. സോ സ്ക്രീൻ ബേൺ ഇഷ്യൂ ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഫോണൊക്കെ കണ്ടു ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞ് മേടിച്ച് വീട്ടിൽ കൊണ്ടിടുമ്പോഴാണ് മുകളിലത്തെ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, താഴത്തെ സ്പീക്കർ വർക്ക് ചെയ്യുന്നില്ല, ഈ പ്രശ്നങ്ങളൊക്കെ. ഐഫോണിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. അപ്പോൾ എന്തെങ്കിലും പാട്ടൊക്കെ പ്ലേ ചെയ്ത് മുകളിലുള്ള സ്പീക്കറും താഴെയുള്ള സ്പീക്കറും കേൾക്കുന്നുണ്ടോ നോക്കാം. ഒരു കാര്യം, ഐഫോണിൽ താഴെയുള്ള സ്പീക്കറാണ് കുറച്ചുകൂടെ ലൗഡ് മുകളിലത്തെ സ്പീക്കറെ കാട്ടും. സോ മുകളിലത്തെ സ്പീക്കറിൻ്റെ ലൗഡ്നെസ് കുറവാണ് എന്നുള്ളതൊരു കംപ്ലൈൻ്റ് അല്ല, അതങ്ങനെ തന്നെയാണ്. പക്ഷേ മുകളിലത്തെ സ്പീക്കറും താഴത്തെയും കേൾക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. പിന്നെ വോയിസ് റെക്കോർഡർ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ച് മൈക്ക് വർക്ക് ചെയ്യണ്ടോ നോക്കുക. പൊതുവെ എല്ലാവരും ഐഫോൺ എടുക്കുന്നത് എന്തിനാണ്? ക്യാമറയ്ക്ക് വേണ്ടി, അതാണ് ഉദ്ദേശിച്ചത്. സോ ക്യാമറയ്ക്ക് വേണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് ക്യാമറയാണ്. ഇപ്പോൾ ഐഫോൺ 13 Pro 12 Pro Max ഒക്കെ ആണെങ്കിൽ 3 ക്യാമറകളൊക്കെ ഉണ്ട്. എല്ലാ ക്യാമറകളും വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാ ക്യാമറയിലും വീഡിയോസും ഫോട്ടോസും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഈ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു മാഗ്നറ്റും സ്പ്രിങ്ങും ഒക്കെ കൂടിയിട്ട് ലെൻസ് വെച്ചേക്കുന്ന ഒരു കോമ്പൗണ്ട് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചില ആൾക്കാർ ഈ ഫോണൊക്കെ താഴെ ഇട്ടിട്ട് അത് മാഗ്നറ്റിൽ നിന്നൊക്കെ ഊരിയൊക്കെ പോരും ഈ ഒരു ഒപ്റ്റിക്കൽ ഇമേജ്. അതിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരുമാതിരി വെള്ളത്തിൽ വീഡിയോ എടുക്കുന്ന കൂട്ടൊക്കെ വരാറുണ്ട്. അതായത് നമ്മളിങ്ങനെ നടന്നൊക്കെ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റെബിലൈസേഷൻ കിട്ടാത്ത അവസ്ഥ വരും. ഇപ്പം നൈസായിട്ട് ആ ഫോൺ മറിച്ച് വിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ക്യാമറ ഒന്ന് പൊത്തി പിടിക്കുക, അതിനുശേഷം വീഡിയോ എടുത്ത് നോക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്കയാണെന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം, ഐഫോണുകളിൽ ഒരു മ്യൂട്ട് സ്വിച്ച് ഉണ്ട്. ഐഫോണിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഇങ്ങനെ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂട്ടാവും, അൺമ്യൂട്ടാവും. ഈ മ്യൂട്ട് സ്വിച്ചാണ് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. ഏറ്റവും പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്ന സാധനം മ്യൂട്ട് സ്വിച്ചാണ്. സോ മ്യൂട്ട് സ്വിച്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടോഗിൾ ചെയ്ത് നോക്കുക. ആൻഡ് ഒബ്വിയസ്ലി ബാക്കിയുള്ള സ്വിച്ചുകൾ, നമ്മുടെ പവർ ബട്ടൺ, വോളിയം ബട്ടൺ, ഇതൊക്കെ ഒന്ന് അമർത്തി നോക്കുക. ആൻഡ് ഫൈനലി ഫേസ് ഐ ഡി ചില ഫോണുകളിൽ റെക്കഗ്നൈസ് ആവാത്ത രീതിയിൽ ഫേസ് ഐ ഡി ക്യാമറ കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടാവും. ഒന്ന് ഫേസ് ഐ ഡി ചെക്ക് ചെയ്ത് നോക്കാം. സെറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ സെറ്റ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ആ ഫോൺ വിൽക്കുന്നവരോട് തന്നെ ഫേസ് ഐ ഡി സെറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുള്ളത് കാണിച്ചു തരാനൊക്കെ പറയാം. ഫേസ് ഐ ഡി ഉണ്ടെങ്കിൽ ഫേസ് ഐ ഡി, ടച്ച് ഐ ഡി ഉണ്ടെങ്കിൽ ടച്ച് ഐ ഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒഴികെ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ പറയാം. ഇപ്പോൾ 2022 നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ എടുക്കുകയാണെങ്കിൽ iPhone XR മിനിമം എടുക്കുക. ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിലും അപ്ഡേറ്റിൻ്റെ കാര്യത്തിലും XR മിനിമം വേണം. അതിൽ താഴെ ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ആൻഡ് അതിൽ താഴെ എന്ന് പറയുമ്പോൾ iPhone SE പെടും. അതിന് മുകളിലായിട്ട് iPhone SE 2020 എടുക്കണ്ട. 2020 ഒക്കെ എടുക്കുകയാണെങ്കിൽ സെക്കൻഡറി ഫോണായിട്ട് എടുക്കുക, പ്രൈമറി ഫോണായിട്ട് എടുക്കരുത്. പ്രൈമറി ഫോണായിട്ട് എടുക്കുകയാണെങ്കിൽ പവർ ബാങ്ക് കൂടെ വാങ്ങേണ്ടി വരും. അതുകൊണ്ട് പ്രൈമറി ഫോൺ വേണ്ട. സെക്കൻഡറി ആയിട്ട് എടുക്കുകയാണെങ്കിൽ എടുത്തോ. 2022 അതിന് ഫസ്റ്റ് സൈലൻ്റ് ആയിട്ടില്ല. അതിൻ്റെ കാര്യം ഇവിടെ അങ്ങനെ ഒരു ഫോൺ മറന്നേക്കാം, ആ ഒരു കാര്യം വേണ്ട. ചില ആൾക്കാർ ഞാൻ iPhone 8 എടുത്തോട്ടെ, 7 എടുത്തോട്ടെ, 6 എടുത്തോട്ടെ, എൻ്റെ കയ്യിൽ അത്രേ ബഡ്ജറ്റുള്ളൂ 16 രൂപ 20 രൂപയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നല്ല ആൻഡ്രോയിഡ് ഫോണുകൾ കിട്ടും. കിട്ടില്ല ആൻഡ്രോയിഡ് ഫോണുകൾ കിട്ടും വാല്യൂ ഫോർ മണി ആയിട്ട്. അതൊക്കെ പോയി എടുക്കുക. ഐഫോൺ ബ്രാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് iPhone 6s 7s അല്ലെങ്കിൽ 8 ഇതൊന്നും പോയി ഇപ്പോൾ എടുത്തേക്കല്ലേ, ഉള്ള കാശ് പോകും. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഐഫോൺ എടുക്കുന്നവരോട് പറയാനായിട്ടുള്ളൂ, പ്രത്യേകിച്ച് സെക്കൻഡ് എടുക്കുന്നവരോട്. പിന്നെ വേറെ വല്ല കുഞ്ഞു സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. കാണുവാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ടാഗ് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റ ഐ ഡി ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഇത്രയുമാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരു ഐഫോൺ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് എടുക്കുവാണെങ്കിൽ നോക്കേണ്ട കാര്യം മിനിമം. ഇനി ആൻഡ്രോയിഡ് ഫോണുകൾക്കും ഈ പറഞ്ഞ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ബാറ്ററി ഹെൽത്തും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒഴികെ എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ചേക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. ആരും ലൈക്ക് അടിക്കുന്നില്ല, എല്ലാവരും കണ്ടുപോകുന്നുണ്ട് എന്നാണ്. ലൈക്ക് അങ്ങ് കൊടുക്കുന്നേ. ലൈക്ക് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.